ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമല്ല മാസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കുറേ കമൻസ് കുറച്ച് മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് ചാനൽ നിർത്തിയത്, എന്തിനെങ്ങനെ നിർത്തിപ്പോയത് എന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെയാണ് ചോദിക്കുന്നത്. സത്യത്തിൽ എനിക്ക് തിരക്കാണ്. സത്യത്തിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യാനായിട്ടൊരു സമയം കിട്ടാറില്ല. ഈ ജോലി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ തുടങ്ങിയ സമയത്തെ പോലെ എനിക്കങ്ങോട്ട് ഒരു കൃത്യമായൊരു സമയം കിട്ടാറില്ല. അപ്പോൾ ഞാനങ്ങ് സ്വതവേ അങ്ങനെ രണ്ടും കൂടെ ആകുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനും ഒക്കെ ഒരു സമയത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. ശരിക്കും പിന്നീട് ഇടാം. അതായത് ചാനൽ വേണ്ടാന്നല്ല, ഇപ്പോഴേ വീഡിയോ ചെയ്യുന്നില്ല. വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്തതാണ്. 2 വർഷം മുന്നേ വരെയുള്ള വീഡിയോസ് ഇരിപ്പുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്താനൊക്കെയാണ് പ്രയാസം. അപ്പം ഞാൻ വിചാരിച്ച് പിന്നീടായിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി. അവസാനം അത് നീണ്ട് ഇപ്പോൾ 2-3 മാസം 2-3 മാസം എന്നല്ല, കൃത്യമായി പറഞ്ഞാൽ ഒരു 8 മാസമായിട്ട് ഞാൻ കൃത്യമായി വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു വീഡിയോ ഇടുവാണ്. അപ്പം എല്ലാ ദിവസവും ഇടാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 1 or 2 ആഴ്ചയിൽ 1 ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പപ്പയുടെ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാനും പപ്പയുടെ സംസാരിക്കുന്ന രീതിയിലേക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നീട് ഞാൻ വ്യക്തമായിട്ട് പപ്പയെ കൊണ്ട് തന്നെ ആ വീഡിയോയുടെ ലാസ്റ്റിൽ ഒന്ന് സ്റ്റെപ്സൊക്കെ ടിപ്സും ഒക്കെ ഒന്ന് പറയിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വ്യക്തമാക്കി തരാം കേട്ടോ. പിന്നെ ഈ പപ്പയുടെ മാങ്ങാച്ചാർ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, നല്ല സിമ്പിളായിട്ട് തന്നെയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഈ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കിയിട്ട്, പ്രത്യേകിച്ച് നാട്ടിൽ കിട്ടുന്ന മാങ്ങയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പം നാട്ടിലെ മാങ്ങ വെച്ചാണ് ഇത് ഞാൻ ചെയ്ത് കഴിച്ചിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ കൊണ്ടുവരുന്നതും അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കഴിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടുത്തെ മാങ്ങയിൽ ഈ റെസിപ്പി ചെയ്തിട്ടില്ല, ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല. നന്നായിരിക്കും, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ അച്ചാറുകൾ അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. തൊലി കളയത്തില്ലല്ലയോ? അല്ലെങ്കിൽ മാങ്ങാച്ചാറിന് തൊലിയില്ലാന്നല്ലയോ? ആ, ഇത് കൊച്ചു മാങ്ങയില്ലയോ? ആ, നല്ല മാങ്ങയാന്നല്ലോ. ഞാനിത് കാണിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞാൽ മതി. അപ്പം ഉറക്കെ പറഞ്ഞപ്പോ ശരി അമ്മി പറഞ്ഞു. അപ്പോൾ ഉറക്കെ പറയത്തില്ല. ഇപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞതാ. 3 മാങ്ങ, വലിയ 3 മാങ്ങ എടുത്തിട്ടുണ്ട് അല്ലയോ? ആന്നു. അപ്പം ആ നീളത്തിലാണ് കീറുന്നത് കേട്ടോ. അത് ഇങ്ങനെ വലിയ ഷേപ്പിൽ അല്ലെങ്കിൽ സാധാരണ അരിയുന്ന പോലെ ഒന്നും അല്ല അരിയുന്നത്. പിന്നെ പറഞ്ഞോ, കേൾക്കാമല്ലോ. 2 ദിവസം കഴിയുമ്പോഴേ ഇതെല്ലാം ഇതാവും. ഉറക്കെ പറപ്പേ. അങ്ങ് അലിയൊന്ന് അരിഞ്ഞ് വരുമാവും. കളിക്കാൻ ഇത് കട്ടി കാണത്തില്ല. ഒരു അരിഞ്ഞ് കാണിച്ച പറയാം. ഈ അച്ചാറ് കൊച്ചോള് ബാംഗ്ലൂർ കൊണ്ടുപോകുമ്പോഴേ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവളിത് കൊണ്ട് ചെല്ലുമ്പോൾ അവരുടെ അച്ചാർ കൊടുത്ത് കൊച്ചോളയിൽ നിന്ന് തിരിച്ച് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു ബോട്ടിലോടുകൂടി. ഞാൻ ഇത് ഒരു പ്രാവശ്യം ഫോട്ടോ എടുത്ത് വെബ്സൈറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് അപ്പം ആരെങ്കിലും പഠിപ്പിച്ചതാണോ, ആരെങ്കിലും കണ്ട് പഠിച്ചതാണോ, അതോ പറഞ്ഞു ഇതെന്ത്? നമുക്കൊരു ബുദ്ധിയില്ല. അതൊരു നല്ലൊരു ആൻസർ ആയിപ്പോയി. നമുക്കൊരു ബുദ്ധിയില്ലയോ?
അത് ഞാൻ ചെരുവത്തിലോട്ടങ്ങ് വാരിയിടപ്പേ. ആ ചെരുവത്തിലോട്ടങ്ങ് വാരിയിടായിരുന്നത്. ഒന്ന് കാണിച്ച് കൈ കൊണ്ടൊന്ന് കൈക്കൊന്ന് വാരി ഒന്ന് കാണിച്ചപ്പോൾ ഒന്ന് കാണിച്ച്. ഓക്കെ, ഈ ഒരു ഷേപ്പ് ഞാൻ അരിഞ്ഞാൽ മതി അല്ലയോ? എത്ര സമയം എടുത്താൽ കുനുവിന മറ്റേ രീതിയിൽ അരിയുന്നു, പക്ഷേ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്നും ആ അച്ചാറിന് കിട്ടത്തില്ല. ഓക്കെ, ഇപ്പം ഉരുളി വെച്ചു, ചൂടായി. അതിൻ്റെത്തേക്ക് ഒഴിച്ചു, നല്ലെണ്ണ ഒഴിച്ചേ. ഉലുവ എത്ര ടേബിൾ സ്പൂൺ? 1/2 ടേബിൾ സ്പൂൺ ഇട്ടു ഉലുവ. ഉലുവ ഇട്ടു. എന്തുവാ? വെളുത്തുള്ളി 2 കൂടെ വെളുത്തുള്ളി അല്ലേ? ഇത് ഞാൻ കീറാതെ മുഴുവനെ ഇടുക അല്ലയോ? 3 മാങ്ങ, 2 മീഡിയം കഷ്ണം ഇഞ്ചി ഇല്ലയോ? ചെറുതായിട്ട് നുറുക്കിയത്. നീളത്തിൽ നുറുക്കിയാലും കുഴപ്പമില്ല അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് ചുവന്നാറാൻ പറയണം അല്ലയോ? അങ്ങനെ അങ്ങ് പറയണം. കഷ്ണം മതി? പൊടി ഇട്ടില്ല. പൊടി മതി. അച്ചാറിന് കായപ്പൊടി പോരെ? എത്ര വേണം? 1/2 ടേബിൾ സ്പൂൺ. പറയണേ. 1/2 ടേബിൾ സ്പൂണോളം അല്ലേ മുളക് പൊടി. ചോപ്പറായി 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂൺ. തീ ഓഫാക്കപ്പേ. തീ ഓഫാക്കി 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. മതി. ഉപ്പെന്തി കണ്ണി പിടിച്ചായിരുന്നു. ഉപ്പെന്തി മീ? കണ്ടു. 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂണോ? 2 ടേബിൾ സ്പൂണോ? ഇത് ടേബിൾ സ്പൂണോ? 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടു. മാങ്ങ ഇടാനോ? തീ ഓഫാക്കിയേക്കുവാ? മാങ്ങ ഇടാനോ? മാങ്ങ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തില്ലയോ? തീ ഓഫാക്കിയേക്കും, അതാണ് മെയിൻ പോയിന്റ്. ഓഫാ. ഇച്ചിരി എണ്ണ കുറവല്ലേ? അപ്പോൾ കുറച്ചുകൂടി എണ്ണ ചൂടാക്കി ഒഴിക്കണം. എണ്ണ കുറവാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ഇച്ചിരി എണ്ണ ചൂടാക്കി ഒഴിക്കുവാണ്. എത്ര എണ്ണ വേണം? 200 ഗ്രാം എണ്ണയോ? ഇത് 500 മില്ലിയുടെ ബോട്ടിലാണ്. അല്ല, അതിൻ്റെ അകത്ത് കുറച്ച് ഞാൻ വേറെ അച്ചാറിന് എടുത്തായിരുന്നു. അപ്പോൾ 200 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അപ്പം അല്ലയോ? 200 മില്ലി. ഇത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല എണ്ണയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് പുറത്തൊക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാൻ നല്ല ഈ അച്ചാറില്ലയോ? 2 ദിവസം കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് എൻ്റെ അമ്മോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാങ്ങയും കൂടെ അതും കൂടെ ആയിരിക്കും ഒരു കാരണം ഇല്ലയോ? ചെറിയ മാങ്ങ ഏറ്റവും നല്ലത്. ഈ നെല്ലിക്ക പരുവാകുമ്പോൾ നെല്ലിക്കകത്ത് പരുവാകും എടുത്ത് 2ആയിട്ട് കീറി ഇട്ടതാണ് പുളിയുള്ള മാങ്ങ. നല്ല ടേസ്റ്റ്, നല്ല രുചിയായിരിക്കും. ചെറിയ നെല്ലിക്കടത്തുള്ള മാങ്ങയോ? കണ്ണിമാങ്ങ അല്ലല്ലോ, കണ്ണിമാങ്ങ ഉദ്ദേശിക്കുന്നത്. നെല്ലിക്ക പരുവാകുമ്പോഴേ ഉപ്പിലിടുന്ന മാങ്ങയെ നല്ല പുളിയുള്ള മാങ്ങ, നാട്ടുമാങ്ങ. അതാണ് ഇപ്പോഴും നല്ലത്. നമുക്ക് വേറെ ഇല്ലാഞ്ഞുണ്ട്. ചൂടായി, നല്ലതായിട്ട് ചൂടായി. ഓഫാക്കട്ടെ? വേണ്ട, നടക്കും. അപ്പം കാണാമല്ലോ. ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഈ ഒരു അച്ചാറിന് ടോട്ടൽ 200 മില്ലി നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. 3 വലിയ മാങ്ങ, 3 ഏകദേശം വലിയ മാങ്ങയത്. അപ്പം ചെറിയ മാങ്ങയാണെങ്കിൽ അളവ് തെറ്റത്തില്ലേ? തീ ഓഫാക്കിയിട്ടാണ് മാങ്ങ ഇട്ടത് അല്ലേ? മുളക് പൊടി ഇട്ടതും തീ ഓഫാക്കിയിട്ടാണ്.
അപ്പോൾ ഈ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടിപ്സൊക്കെ ഒന്ന് പറയാമോ? ചെറിയ നാട്ടു മാങ്ങ ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പമാകുമ്പോൾ എടുത്തിട്ട് അത് നടുവേക്ക് രണ്ടായിട്ട് കീറി അതിൻ്റെ എടുത്ത് കളഞ്ഞിട്ട് ഇടുന്നതാണ്. വേവിക്കാതെ ഇടുന്നതാണ് ഏറ്റവും നല്ല നല്ല രീതി. നല്ല പുളിയുള്ള മാങ്ങ വേണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആദ്യമായിട്ട് കുറേ എണ്ണ ഒഴിച്ചിട്ട് മാങ്ങ ഉപ്പിലിട്ട് കഴിയുമ്പോൾ പിക്കിൾ എരിയുമ്പോൾ അത് നകർന്ന് എണ്ണയിൽ കിടക്കത്തക്കോണം, എണ്ണ മുങ്ങി കിടക്കത്തക്കോണം എണ്ണ ഒഴിക്കുക. അതേ ഉള്ളൂ. ഇപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ മൂപ്പിച്ചിട്ട് ചൂടാകുമ്പോൾ അതിൽ പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 കുടം വെളുത്തുള്ളി പൊളിച്ചിടുക. അതും ആവശ്യത്തിന് മാങ്ങയുടെ അളവനുസരിച്ച് കുറച്ച് ഉലുവ എടുക്കുക. ഉലുവ കൂടിപ്പോയാൽ കഴിക്കും, അല്ലെങ്കിൽ ഉലുവപ്പൊടി ഇട്ടാലും മതി. ഇത് രണ്ടും മൂപ്പിച്ചിട്ട് കുറച്ച് ഇഞ്ചി കൂടെ അരിഞ്ഞിടുക. ഒരു 4 കഷ്ണം കായം ഇട്ട്, ആവശ്യമുള്ള കായം ഇട്ട് ഇളക്കി എല്ലാം തിളച്ച് റെഡിയായി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു 2 സ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് മാങ്ങ അരിഞ്ഞ് വെച്ച മാങ്ങ പച്ചയോടെ തന്നെ അതിനകത്തിട്ട് ഇളക്കി എടുക്കുക. എടുത്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പച്ച മാങ്ങ നല്ല അലിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടെ, ഇത് പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് തന്നെ മുളക് പൊടിയും അത് മാങ്ങ കൂടുന്നതനുസരിച്ച് മുളക് പൊടി കൂട്ടുക, വെളുത്തുള്ളി കൂട്ടുക, എണ്ണ കൂട്ടുക, അതേ ഉള്ളൂ. മാങ്ങ അളവ് കുറവാണെങ്കിൽ അതിനകത്ത് എടുക്കുക. അത് നമ്മുടെ ഒരു വ്യക്തി അനുസരിച്ച് ചെയ്യുകയെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ചേർത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടിയോ കായം ആയാലും മതി. കായം ചെറിയ കഷ്ണം കായം ഇളക്കി തിളയ്ക്കുന്ന വെളുത്തുള്ളി ചൂടാക്കുമ്പോൾ അതിൻ്റെ അത് ഇട്ട് പൊടി ഞങ്ങൾ അരിഞ്ഞിറങ്ങിക്കോളും. കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇത് ഒട്ടും വെള്ളം ചേർക്കാത്ത ആയതുകൊണ്ട് നമുക്ക് പൂക്കത്തില്ല. കുറച്ചാളിരിക്കും, പൂക്കത്തില്ല, പൂപ്പൽ പിടിക്കത്തില്ല. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഈ അച്ചാറാണ് ബാംഗ്ലൂർ അനിയത്തി കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ മാറ്റിയെടുക്കുന്നത്. അവരുടെ അച്ചാർ കൊടുത്തിട്ട് ഇവളുടെ അച്ചാർ വാങ്ങിച്ചുകൊണ്ട് കോഴിക്കോട്ടുകാർ പിള്ളേർ വന്നിട്ട് കോഴിക്കോട് അച്ചാറിനെ പ്രശ്നമൊന്നുമില്ല. അവിടുത്തെ പിള്ളേർ നിനക്ക് എന്നോട് പറഞ്ഞിട്ടില്ല, 5 വെച്ച് കോഴിക്കോട്ട് വെച്ച് പിള്ളേർ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ജിൻസി നിങ്ങൾ അറിഞ്ഞില്ലേ? 5 പിടിക്കുമ്പോഴേ അത് നാരങ്ങ ഇതേ ചേരുവ തന്നെ. പിന്നെ കൈപുണ്യം കൂടെ ഉണ്ട്, പറയുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഇട്ട് വെക്കട്ടോ. എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇത് കുപ്പിയിലിട്ട് വെച്ചിട്ട് പുറത്ത് തന്നെ വെക്കാം, എത്ര നാൾ വേണമെങ്കിലും, ചീത്തയാവത്തില്ല? അങ്ങനെ കുറച്ചാളിരിക്കും. ഇപ്പോൾ കൂടുതലാളിരിക്കും പറയാൻ പറ്റുമോന്നില്ല. മാങ്ങായിക്കകത്തൊരു നനവില്ലയോ. എന്നാലും ഒരു മാസമൊക്കെ ഇതുമായിട്ടിരിക്കും. അത് നമ്മൾ സൂക്ഷിക്കാനാണ്. ഇപ്പം നനയാത്ത സ്പൂൺ എടുക്കുക. തുടർന്ന് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചാളിരിക്കും. അടച്ചു വെച്ചാൽ ചിലപ്പോൾ പൂക്കും. പിന്നെ ഒരു കാര്യം കൂടെ, എത്ര ദിവസം കഴിഞ്ഞത് യൂസ് ചെയ്ത് തുടങ്ങാം? അങ്ങനൊന്നും ഇല്ല. ഇപ്പം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മാങ്ങയുടെ ഇതെല്ലാം ഉപ്പൊക്കെ എരിയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ പിടിച്ച് അത് കുറച്ച് മയം വരും. പിന്നെ അത് ഒരാഴ്ച കഴിയുന്തോറും അതിന് ദിവസങ്ങൾ കഴിയുന്തോറും അത് ഇത്തിരി ടേസ്റ്റ് ആവും. അത്രേ ഉള്ളൂ. ഇത് കുപ്പിയിലോട്ട് ചൂടാറിയില്ല, കുപ്പിയിലോട്ട് ആക്കുമല്ലേ? അത് ഞാൻ ചെയ്യണോ? ചെയ്തു തരാം. അതുകൂടെ കാണിച്ചു തരാം. അത് ഈ മൈക്ക് തന്നേരം. ഇത് വിദേശത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഏലിയോ. ഇതിൻ്റെ ഗ്രേവി, അതായത് ചാറിന് പോലും ഭയങ്കര ടേസ്റ്റാണ്. അൻസയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അവൾ അൻസയെന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ. അവൾ കല്യാണം കഴിഞ്ഞോട് വരുമ്പോഴേ എന്നോട് പറയുമായിരുന്നു, നാട്ടിൽ വരുമ്പോഴേ, ചേച്ചി ഈ പപ്പയുടെ അച്ചാർ കൊണ്ടുവരണേന്ന് പറയും, മാങ്ങ അച്ചാർ കൊണ്ടുവരണേന്ന് പറയും. പിന്നെ അത് ഇവിടുത്തെ മാങ്ങയുടെയും കൂടെ കാണും. നാട്ടുമാങ്ങ ഏറ്റവും ചെറുതായത്. പപ്പായ്ക്ക് നല്ല രീതിയിൽ, പപ്പ ഒരു അധ്യാപകനായിട്ട് പപ്പായ്ക്ക് നല്ല രീതിയിൽ പറഞ്ഞു ചെയ്യാവുന്നല്ലോ. പപ്പ ചെയ്യത്തില്ല. പപ്പായ്ക്ക് എന്തെല്ലാം റെസിപ്പി അറിയാം, പപ്പായ്ക്ക് എന്തെല്ലാം സ്നാക്സ് അറിയാം. എന്താ അങ്ങോട്ട് ചെയ്താൽ എന്നെ ഒന്ന് കാണിക്കല്ലേ? കാണാം.